മനുഷ്യൻ്റെ ജീവിത ചരിത്രത്തിൽ ദൈവത്തിന് മുമ്പാകെ അവൻ ഒരിക്കൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അന്ത്യ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ പഠനമാണ് ഈ ഓഡിയോ സന്ദേശം. അന്ത്യന്യായവിധി എന്നത് ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിന് ശേഷം അവൻ എവിടെ അവൻ്റെ നിത്യമായ ജീവിതം ചെലവഴിക്കണം എന്ന് ദൈവം കൽപ്പിക്കുന്ന പ്രക്രിയ ആണ്. ഓരോ മനുഷ്യനും ദൈവമുമ്പാകെ തുറന്ന ഒരു വിചാരണ ലഭിക്കും. അതിനുശേഷം നീതിപൂർവമായ ഒരു അന്ത്യവിധി ദൈവത്തിൽ നിന്നും ഉണ്ടാകും. ഇത് സംഭവിക്കുന്നത് ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ ആയിരിക്കും എന്നതിനാലും ഇത് അന്തിമവും പിന്നീട് പുനർചിന്തനത്തിന് വിധേയം അല്ലാത്തതും ആയതിനാൽ ഇതിനെ അന്തിമ ന്യായവിധി എന്ന് വിളിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1. മനുഷ്യരുടെ ഭൗതിക ജീവിതം താൽക്കാലികമാണ്. 2. ഭൗതിക ജീവിതം മരണത്തോടെ അവസാനിക്കും. 3. മരണത്തിന് ശേഷവും മനുഷ്യർക്ക് ഒരു നിത്യജീവിതം ഉണ്ട്. മരണത്തിന് ശേഷമുള്ള ജീവിതം എവിടെ എങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുവൻ തുടരുമെന്നത് അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ പാപപരിഹാരത്തിനായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗം പകരമായി തീർന്നു എന്ന് വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരെ രക്ഷിക്കപ്പെട്ടവർ എന്നും യേശുക്രിസ്തുവിൻ്റെ മരണത്താലുള്ള പാപപരിഹാരത്തെ സ്വീകരിക്കാത്തവരെ രക്ഷിക്കപ്പെടാത്തവർ അല്ലെങ്കിൽ ദുഷ്ടന്മാർ എന്നും വിളിക്കാറുണ്ട്. ഈ വാക്കുകൾ ഇതേ അർത്ഥത്തിൽ ഈ പഠനത്തിൽ തുടർന്ന് ഉപയോഗിക്കുന്നു. ഈ 2 വിഭാഗക്കാരുടെയും നിത്യത വ്യത്യസ്തമായ ഇടങ്ങളിലും അനുഭവങ്ങളിലുമായിരിക്കും ചെലവഴിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടവർ മരിക്കുമ്പോൾ അവരുടെ ശരീരം മണ്ണിലേക്ക് ചേർക്കപ്പെടുകയും ആത്മാവ് ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുന്നു. രക്ഷിക്കപ്പെടാത്തവരുടെ മരണശേഷം അവരുടെ ശരീരം മണ്ണിലേക്ക് ചേരുകയും അവരുടെ ആത്മാവ് പാതാളമെന്നും യാതനാ സ്ഥലമെന്നും വിളിക്കപ്പെടുന്ന ഇടത്തേക്ക് പോവുകയും ചെയ്യുന്നു. 2 അവസ്ഥകളും അന്തിമമല്ല. ലോകാവസാനത്തിൽ 2 കൂട്ടരും ശരീരത്തോടെ പുനരുത്ഥാനം പ്രാപിക്കും. അതിനുശേഷം വ്യത്യസ്തമായ ന്യായവിധി ഉണ്ടാകുകയും 2 കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഇടത്തേക്ക് അവർ മാറ്റപ്പെടുകയും ചെയ്യും. അവിടെ അവർ നിത്യമായി വസിക്കും. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ന്യായവിധിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഭാവിയിൽ സംഭവിക്കുമോ എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മരണത്തെയും ശേഷമുള്ള ജീവിതത്തെയും കുറിച്ച് 4 കാര്യങ്ങളാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. 1. ഒരുവൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് ഭൗതിക ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടെയോ യാതനാ സ്ഥലത്തോ വസിക്കുന്നു. 2. എല്ലാ മനുഷ്യർക്കും ശരീരത്തോടു കൂടെയുള്ള പുനരുത്ഥാനം ഉണ്ടാകും. 3. എല്ലാ മനുഷ്യരും ഒരിക്കൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 4. അന്ത്യകാലം വരുമ്പോൾ മരിക്കാതെ ശേഷിക്കുന്നവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം 2 കാര്യങ്ങളിൽ നമുക്ക് ഉറപ്പ് നൽകുന്നു. 1. അവനിൽ മരിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. 2. ഒരു നിശ്ചിത ദിവസം അവൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 17:31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ അതിനാൽ ന്യായവിധി ഉണ്ട്. അതിനായി നമ്മൾ ക്രിസ്തുവിന് മുമ്പാകെ ഒരിക്കൽ നിൽക്കേണ്ടി വരും. ന്യായവിധി മരണത്തിനും ഉയർപ്പിനും ശേഷവും നിത്യമായ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പും സംഭവിക്കും. നിത്യത ഓരോരുത്തരും അവർക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെ ചെലവഴിക്കും. 2 വ്യത്യസ്തങ്ങളായ ന്യായവിധികൾ ഉണ്ടാകും. 1 രക്ഷിക്കപ്പെട്ടവരുടെയും 2 രക്ഷിക്കപ്പെടാത്തവരുടെയുമായിരിക്കും. രക്ഷിക്കപ്പെട്ടവരുടെ ന്യായവിധി ശിക്ഷാവിധിയിലേക്കുള്ളതല്ല. രക്ഷിക്കപ്പെടാത്തവരെ ശിക്ഷാവിധിക്കായി ന്യായം വിധിക്കും. റോമർ 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. വെളിപ്പാട് 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും.
യേശുക്രിസ്തുവിൽ ഉള്ളവരുടെ പാപങ്ങൾ അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്ഷമിക്കപ്പെട്ടതാണ്. അതിനാൽ അവർക്ക് പിന്നീട് ശിക്ഷാവിധിയോ അതിലേക്ക് നയിക്കുന്ന ന്യായവിധിയോ ഇല്ല. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തുകയില്ല. അവർ നിത്യശിക്ഷയ്ക്കായി വിധിക്കപ്പെടും. ഗ്രീക്ക് ഭാഷയിൽ ന്യായവിധി എന്ന വാക്ക് രണ്ടർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഒരു അർത്ഥം ന്യായവിധി നടത്തി ശിക്ഷിക്കുക എന്നതാണ്. മറ്റൊരർത്ഥം ന്യായവിധി നടത്തി പ്രതിഫലം നൽകുക എന്നതാണ്. അവിശ്വാസികളുടെ പാപം മോചിക്കപ്പെട്ടിട്ടില്ല എന്നതിനാൽ അവർക്ക് ന്യായവിധിക്ക് ശേഷം നിത്യമായ ശിക്ഷ ലഭിക്കും. എന്നാൽ ക്രിസ്തീയ വിശ്വാസികളുടെ പാപം അവർ ജീവിച്ചിരിക്കെ തന്നെ ക്ഷമിക്കപ്പെട്ടതാണ്. അതിനാൽ അവർക്ക് യേശുക്രിസ്തു പ്രതിഫലമാണ് നൽകുന്നത്. രണ്ടു കൂട്ടരെയും അവരുടെ വിശ്വാസത്തിൻ്റെയും പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിൽ ന്യായവിധി നടത്തും. യോഹന്നാൻ 16:8 11 ന്യായവിധി എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ക്രീസീസ് എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം വിധിന്യായം, നിത്യനാശം, കുറ്റം ചുമത്തൽ, അപരാധ നിർണയം, ശിക്ഷിക്കൽ എന്നിവയാണ്. 2 Corinthians 5:10 റോമർ 14:10 എന്നീ വാക്യങ്ങളിൽ ന്യായാസനം എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ബെയ്മ എന്നാണ്. ഈ വാക്കിന് ന്യായാസനം, സിംഹാസനം, പാദം വെക്കുന്ന പാദപീഠം എന്നിങ്ങനെ അർത്ഥമുണ്ട്. കുറെ പടികൾ കയറി ചെല്ലുന്ന ഉയർന്ന ഒരു സ്ഥലത്ത് രാജാക്കന്മാരുടെ സിംഹാസനം ഇരിക്കുന്ന ഇടത്തെക്കുറിച്ചും ഈ വാക്ക് പറയുന്നു. ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിനെയും ഈ വാക്ക് സൂചിപ്പിക്കുന്നു. ബെയ്മ എന്ന വാക്ക് യേശുക്രിസ്തു അവരിൽ വിശ്വസിച്ചവർക്ക് പ്രതിഫലം നൽകുന്നതിനെ കുറിച്ച് പറയുവാൻ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. അന്ത്യന്യായവിധി 2 ഘട്ടമായി നടക്കുമെങ്കിലും രണ്ടിലെയും വിധികർത്താവ് യേശുക്രിസ്തു ആയിരിക്കും. ഇത് വ്യക്തമാക്കുന്ന ചില വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 17:31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുമെന്ന് പറയുന്നു. ഈ പുരുഷൻ യേശുക്രിസ്തുവാണ്. മത്തായി 16:27 മനുഷ്യപുത്രൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രൻ യേശുക്രിസ്തുവാണ്. യോഹന്നാൻ 5:22 പറയുന്നത് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്നാണ്. യോഹന്നാൻ 5:27 ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. 2 Corinthians 5:10 രക്ഷിക്കപ്പെട്ട ദൈവജനം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നുവെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. വെളിപ്പാട് 22:12 യേശുക്രിസ്തു തന്നെ നൽകുന്ന വാഗ്ദത്തം ഇങ്ങനെയാണ്: ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. ഇതെല്ലാം രക്ഷിക്കപ്പെട്ടവരെയും രക്ഷിക്കപ്പെടാത്തവരെയും ന്യായം വിധിക്കുന്നത് യേശുക്രിസ്തുവാണ് എന്ന് വ്യക്തമാക്കുന്നു. ദൈവം ന്യായവിധിക്കുള്ള എല്ലാ അധികാരവും ക്രിസ്തുവിന് നൽകിയിരിക്കുന്നു. എന്നാൽ റോമർ 14:10 നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നും നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുമാണ് പൗലോസ് പറയുന്നത്. ഇത് ക്രിസ്തുവിന്റെ ന്യായാസനവും ദൈവത്തിന്റെ ന്യായാസനവും എന്നിങ്ങനെ 2 വ്യത്യസ്തങ്ങളായ ന്യായാസനങ്ങൾ ഉണ്ട് എന്ന് അർത്ഥമാക്കുന്നില്ല. കാരണം യോഹന്നാൻ 5:22 പറയുന്നതനുസരിച്ച് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. അതിനാൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നത് ദൈവത്തിന്റെ ന്യായാസനമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനവും ദൈവത്തിന്റെ ന്യായാസനവും ഒന്ന് തന്നെയാണ്. ന്യായവിധിയിൽ പിതാവും പുത്രനും ഒന്നാണ്. എന്നാൽ ന്യായാസനത്തിൽ പുത്രനെ നമ്മൾ മുഖാമുഖം കാണും. രക്ഷിക്കപ്പെട്ടവർക്കും ന്യായവിധിയുണ്ട്. അവർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാൽ അവർക്ക് നിത്യശിക്ഷാവിധി ഇല്ല. 2 Corinthians 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. യോഹന്നാൻ 6:40 പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നതാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. രക്ഷിക്കപ്പെട്ടവരുടെ ന്യായവിധിയെക്കുറിച്ചാണ് 2 Corinthians 5:10 റോമർ 14:10-12 വരെ എന്നീ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ ന്യായവിധി അവരുടെ പുനരുത്ഥാനത്തിന് ശേഷം സംഭവിക്കും. അവരുടെ പുനരുത്ഥാനം യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിങ്കൽ സംഭവിക്കും. ഇത് എപ്പോൾ സംഭവിക്കും എന്നതിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് 2 ഘട്ടങ്ങളുണ്ട് എന്നും അതിൽ 1ാമത്തേത് രഹസ്യ പ്രത്യക്ഷതയാണ് എന്നും ഒരു കൂട്ടർ വിശ്വസിക്കുന്നു.
ആ അവസരത്തിൽ മരിച്ചവരും അപ്പോൾ ജീവനോടെ ഇരിക്കുന്നവരുമായ രക്ഷിക്കപ്പെട്ട ദൈവജനം രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിനോടൊപ്പം ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇപ്രകാരം ദൈവജനം എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിക്കും. അത് 7 വർഷങ്ങളിൽ നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നവരുടെ ന്യായവിധി ഉണ്ടാകും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് ഒരു പ്രത്യക്ഷതയെ ഉണ്ടാകൂ എന്നും അപ്പോൾ മരിച്ചവരും ജീവനോടെ ഇരിക്കുന്നവരുമായ ദൈവജനം എടുക്കപ്പെടുമെന്നും രണ്ടാമത്തെ കൂട്ടർ വിശ്വസിക്കുന്നു. ഇത് എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് ശേഷമാണ് സംഭവിക്കുക. ഈ വ്യാഖ്യാനം അനുസരിച്ച് എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഒന്നാമത്തെ പുനരുത്ഥാനം ഉണ്ടാകൂ. അപ്പോൾ മാത്രമേ രക്ഷിക്കപ്പെട്ടവരുടെ ന്യായവിധി ഉണ്ടാകൂ. അത് ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചാക്കാലത്ത് സംഭവിക്കും. ഇതിനെ പിന്താങ്ങുന്ന ഒരു വേദഭാഗം വെളിപ്പാട് 20 ഉണ്ട്. വെളിപ്പാട് 20:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിന്റെയും ന്യായവിധിയുടെയും കാഴ്ചയാണ്. ഇവിടെ നിൽക്കുന്നവർ യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളാണ്. അവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ നിത്യജീവൻ പ്രാപിച്ച് ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. രക്ഷിക്കപ്പെട്ടവരുടെ ന്യായവിധിയുടെ ഉദ്ദേശം അവരെ നിത്യശിക്ഷയ്ക്കായി വിധിക്കുകയല്ല എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടവരെ ന്യായവിധിക്ക് വിധേയരാക്കുന്നത്? ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് 3 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. റോമർ 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. റോമർ 5:9 നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടുവെന്നും 8:1 ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ 2 കൊരിന്ത്യർ 5:10 നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുന്നു. ആരൊക്കെ നിൽക്കണം, എവിടെ നിൽക്കണം, എന്തിനു നിൽക്കണം, ആരാണ് ന്യായാധിപൻ എന്നെല്ലാം ഈ വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം ക്രിസ്തീയ സഭയ്ക്ക് എഴുതപ്പെട്ട ഒരു കത്താണ്. അതിനാൽ ഇതില് നാം എല്ലാവരും എന്നത് വീണ്ടും ജന്മം പ്രാപിച്ച് സഭയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ വിശ്വാസികളുമാണ്. അവർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ് വെളിപ്പെടേണ്ടത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ ന്യായാധിപൻ യേശു ക്രിസ്തുവാണ്. എന്നാൽ 2 കൊരിന്ത്യർ 5:10 പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഒരു ന്യായവിധി നമുക്കുണ്ട് എന്നാണ്. അതായത് ഇവിടെ ന്യായവിധിക്ക് ശോധന ചെയ്യപ്പെടുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ചെയ്ത പ്രവൃത്തികളാണ്. ഇവിടെ പരിശോധിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെട്ടവർ ഭൂമിയിൽ ശരീരത്തോടെ ജീവിച്ചപ്പോൾ ചെയ്ത നല്ലതും തീയതുമായ പ്രവൃത്തികളാണ്. അവരുടെ പ്രവൃത്തികൾ രക്ഷയുടെ കാരണമല്ല, രക്ഷയുടെ ഫലമായി ഉളവായതാണ്. ന്യായവിധിയുടെ ഉദ്ദേശം ഓരോരുത്തരുടെയും പ്രവൃത്തിയെ പരിശോധിച്ച് അവർ രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കുകയല്ല, ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രതിഫലം നിത്യതയിൽ നിലനിൽക്കുന്നതാണ്. അതിനാൽ ഈ ന്യായവിധി ഒരുവനെ രക്ഷിക്കുവാനുള്ള ന്യായവിധിയല്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയാൽ വിശ്വാസം മൂലം മാത്രമാണ്. രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണം അല്ല. എഫേസ്യർ 2:8-9 വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല.
നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നീതി മൂലമാണ്. അവൻ്റെ നീതിയിൽ ഒരു പരിപൂർണതയുണ്ട്, അത് സമ്പൂർണമാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ഒരേ അളവിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നീതീകരണത്തിന് യേശുക്രിസ്തുവിനാൽ ഒരു അന്തിമത്വം ഉണ്ട്. അതായത് ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലെ രക്ഷിക്കപ്പെട്ടവരുടെ വിചാരണ അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ഓരോ വിശ്വാസിക്കും രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും ഫലമായ സ്നേഹത്തിൻ്റെയും നീതിയുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം ലഭിക്കും. ഇത് യേശുക്രിസ്തുവും അപ്പോസ്തലനായ പൗലോസും പഠിപ്പിക്കുന്നുണ്ട്. 2 തിമോഥെയോസ് 4:7-8 വാക്യങ്ങൾ: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പൗലോസ് ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടവനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ ന്യായാധിപതിയായ ക്രിസ്തു ഒരു ദിവസം നീതിയുടെ കിരീടം പ്രതിഫലമായി നൽകുമെന്നും അദ്ദേഹം പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്ന എല്ലാവർക്കും അത് ലഭിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരുടെ പ്രവൃത്തികളെ ന്യായം വിധിക്കുന്നത്? പ്രവൃത്തികൾ രക്ഷയുടെ അടിസ്ഥാനമല്ല, പ്രവൃത്തികൾ രക്ഷയുടെ പ്രകടനമാണ്. രക്ഷ വിശ്വാസത്താൽ നമ്മൾ കരസ്ഥമാക്കുന്നു, രക്ഷ പ്രവൃത്തികളാൽ വെളിപ്പെടുന്നു. നമ്മുടെ രക്ഷയും അതിന് കാരണമായ വിശ്വാസവും സത്യമാണ് എന്ന് പ്രവൃത്തികൾ തെളിയിക്കുന്നു. 2 കൊരിന്ത്യർ 5:10 പൗലോസ് പരാമർശിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ന്യായാസനം രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷയുടെ ഫലമായ പ്രവൃത്തികൾ വിചാരണ ചെയ്യപ്പെടുന്ന ഇടമാണ്. അവരുടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എത്രമാത്രം പ്രവൃത്തികളായി വെളിപ്പെട്ടു, ഇത് പരസ്യമായി പരിശോധിക്കപ്പെടും. ഈ പരിശോധനയിൽ ഓരോരുത്തരും ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യം അവരുടെ പ്രവൃത്തികളുടെ വെളിച്ചത്തിൽ പ്രഖ്യാപിക്കപ്പെടും. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കും. ഓരോരുത്തരും താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും. നിത്യജീവനും കോപവും ക്രോധവും പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെടും. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ചില പ്രവൃത്തികളുടെ പട്ടിക നിരത്തിക്കൊണ്ട് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ നിത്യ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്നും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നും യേശു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കാം. ഗലാത്യർ 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ: ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ: അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. യോഹന്നാൻ 5:24, 28, 29 വാക്യങ്ങൾ: ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ ആശയക്കുഴപ്പത്തിന് കാര്യമില്ല. ഇതിൻ്റെ എല്ലാം അർത്ഥം ഇതാണ്: രക്ഷ എപ്പോഴും ദൈവകൃപയാൽ വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നു. എന്നാൽ ഒരുവന്റെ പ്രവൃത്തികൾ അവൻ അവകാശപ്പെടുന്ന രക്ഷയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് വെളിപ്പെടുത്തും. അവരുടെ പ്രവൃത്തികൾ അവരുടെ വിശ്വാസം ജീവനുള്ളതാണോ മരിച്ചതാണോ എന്ന് തെളിയിക്കും. ഇതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ സംഭവിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് പ്രതിഫലമായി ലഭിക്കുന്ന 5 കിരീടങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. കിരീടം എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സ്റ്റെഫനോസ് എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം കിരീടം രാജകീയതയുടെയോ ഉയർന്ന സ്ഥാനത്തിൻ്റെയോ അടയാളം, ഒരുവന് ബഹുമാനാർത്ഥം നൽകുന്ന ഒരു അലങ്കാരം എന്നിങ്ങനെയാണ്.
പുരാതന യവന കായിക മത്സരങ്ങളിൽ വിജയികളാകുന്നവരുടെ ശിരസിന് ചുറ്റും വേഗം വാടിപ്പോകാത്ത ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിരീടം വെക്കാറുണ്ടായിരുന്നു. ഇതായിരുന്നു അവരുടെ പ്രതിഫലം. ഈ വാക്ചിത്രങ്ങളിൽ നിന്നുമാണ് രക്ഷിക്കപ്പെട്ടവർക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ കിരീടങ്ങൾ പ്രതിഫലമായി ലഭിക്കുമെന്ന ആശയം പൗലോസ് മുന്നോട്ട് വെക്കുന്നത്. സ്വർഗീയ കിരീടങ്ങൾ ഇതെല്ലാമാണ്. 1, വാടാത്ത നശിച്ചു പോകാത്ത കിരീടം. 2, പ്രശംസാ കിരീടം. 3, നീതിയുടെ കിരീടം. 4, തേജസ്സിന്റെ വാടാത്ത കിരീടം. 5, ജീവകിരീടം. യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്കും സാത്താന്റെ അവസാനത്തെ കലാപത്തിനും ശേഷം രക്ഷിക്കപ്പെടാത്തവരുടെ ന്യായവിധി ഉണ്ടാകും. അതിനു മുമ്പായി ഇപ്പോഴത്തെ ഭൂമിയും ആകാശവും ഒഴിഞ്ഞു പോകും. എന്നാൽ പുതിയ യെരൂശലേം എന്ന പുതിയ ഭൂമി പ്രത്യക്ഷമാകുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെടാത്തവരുടെ ന്യായവിധി സംഭവിക്കും. ഇതിനെ വെള്ള സിംഹാസനത്തിന് മുന്നിലെ ന്യായവിധി എന്നാണ് വിളിക്കുക. ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണം വെളിപ്പാട് 20:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ട്. വെളിപ്പാട് 20:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിനൊരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃതം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കൾ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് വെള്ളസിംഹാസനത്തിന് മുമ്പിലുള്ള അന്ത്യന്യായ വിധിയാണ്. ഇവിടെ ന്യായം വിധിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെടാത്തവരാണ്. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന വാക്യത്തിൽ നിന്നും അതുവരെ മരണത്തിലും പാതാളത്തിലും ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്നവരാണ് വെള്ളസിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്ന ആബാലവൃദ്ധ മനുഷ്യർ എന്ന് മനസ്സിലാക്കാം. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ ശരീരം ഉണ്ടായിരിക്കും. അവർ എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും അവരുടെ ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ പുനർയോജിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അതാണ് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന വാചകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മരിച്ചതിന് ശേഷം നമ്മളുടെ ശരീരം എവിടെ എങ്ങനെ അടക്കം ചെയ്താലും അതിന് ശരീരത്തോടെ പുനരുത്ഥാനം ഉണ്ടാകും. ഈ ന്യായവിധി ആരെയും രക്ഷിക്കുവാനുള്ളതല്ല, രക്ഷിക്കപ്പെടാത്തവരുടെ ശിക്ഷ വിധിക്കുവാനുള്ള ന്യായവിധിയാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ നിരസിച്ചവരാണ്. വെളിപ്പാട് 20:11 മുതൽ 15 വരെ വിവരിക്കപ്പെടുന്ന ന്യായവിധിയെ വെളിപ്പാട് 20:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന യേശുവിന് വേണ്ടി രക്തസാക്ഷികൾ ആയവരുടെ ന്യായവിധിയുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട്. അവിടെ അവർ നിൽക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ പ്രതിഫലം വാങ്ങുവാനാണ്. അവർ യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം രക്തസാക്ഷികളായവരാണ്. 6-ാം വാക്യത്തിൽ അവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന് പറയുന്നു. അവർ ക്രിസ്തുവിനോടുകൂടെ വാഴും എന്ന വാഗ്ദത്വവും ഉണ്ട്. എന്നാൽ പുനരുത്ഥാനം ചെയ്യപ്പെട്ട രക്ഷിക്കപ്പെട്ട രക്തസാക്ഷികൾ ആയവരെ കുറിച്ച് പറയുന്ന യാതൊരു വിശേഷണവും വാഗ്ദത്വവും വെള്ളസിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്ന ആ ബാലവൃദ്ധ മനുഷ്യരെ കുറിച്ച് പറയുന്നില്ല. അതിനാൽ വെള്ളസിംഹാസനത്തിന് മുന്നിൽ ന്യായവിധിക്കായി നിൽക്കുന്നവർ രക്ഷിക്കപ്പെടാത്തവരാണ്. 12-ാം വാക്യത്തിൽ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ പറയുന്ന പുസ്തകങ്ങളും ജീവന്റെ പുസ്തകവും 2ആണ്. പുസ്തകങ്ങൾ അവരുടെ പ്രവൃത്തികളുടെ പുസ്തകങ്ങളാണ്. ജീവന്റെ പുസ്തകം നിത്യജീവനായി പുനരുത്ഥാനം ചെയ്ത രക്ഷിക്കപ്പെട്ടവരുടെ പേരുകൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. വെള്ളസിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്ന മനുഷ്യരുടെ ആരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അതായത് ശിക്ഷ വിധിക്കപ്പെട്ടവരാണ് വെള്ളസിംഹാസനത്തിന് മുന്നിൽ ന്യായം വിധിക്കപ്പെടുന്നത്. അവർക്ക് മാനസാന്തരത്തിനോ രക്ഷയ്ക്കോ അവസരം ഇല്ല. വെള്ളസിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നവർക്ക് പുസ്തകങ്ങൾ തുറന്നു എന്നും പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി എന്നും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി എന്നും നമ്മൾ വായിക്കുന്നു. ഇത് അവരുടെ പ്രവൃത്തികൾ രക്ഷയ്ക്കോ നിത്യജീവനോ കാരണമായി എന്നല്ല, രക്ഷിക്കപ്പെടാത്തവരെ അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷയ്ക്കായി ന്യായം വിധിക്കും. മനുഷ്യരുടെ ഒരു പ്രവൃത്തിക്കും അവന്റെ പാപത്തിന് പരിഹാരമാകുവാൻ കഴിയുകയില്ല എന്നതിനാൽ അവരെല്ലാവരും ശിക്ഷാവിധിക്ക് വിധേയരാകും. 15-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്:
ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. തീപ്പൊയ്യിൽ തള്ളിയിടണമോ നിത്യജീവൻ നൽകണമോ എന്നതിന്റെ പ്രമാണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുക എന്നതാണ്. അവരുടെ ആരുടെയും പ്രവൃത്തികളിൽ നിത്യജീവന് കാരണമായി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കണ്ടില്ല. വെള്ളസിംഹാസനത്തിനു മുന്നിൽ ന്യായം വിധിക്കപ്പെടുന്നത് ദുഷ്ടന്മാരാണ്. അവരെ ന്യായം വിധിക്കുന്നത് അവനവന്റെ പ്രവൃത്തികൾ അടിസ്ഥാനമാക്കിയാണ്. അവരുടെ രക്ഷയുടെ അവസ്ഥയെ പരിശോധിക്കുന്നത് അവരുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. പ്രവൃത്തികൾ വസ്തുനിഷ്ഠമായ തെളിവുകളാണ്. അവർക്ക് അതിനെ നിഷേധിക്കുവാൻ സാധ്യമല്ല. പ്രവൃത്തികൾ അവർക്കെതിരെ സാക്ഷ്യം പറയും. അവരുടെ പ്രവൃത്തികളുടെ വ്യക്തമായ രേഖ പുസ്തകങ്ങളിൽ ഉണ്ട്. രക്ഷിക്കപ്പെടാത്ത ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തള്ളിയിടുന്ന തീപ്പൊയ്യുടെ ഭയാനകത 20:14 പറയുന്നുണ്ട്. അത് മരണത്തെയും പാതാളത്തെയും വിഴുങ്ങുന്ന അല്ലെങ്കിൽ ഇല്ലാതെയാക്കുന്ന തീപ്പൊയ്യാണ്. ഇതിനെ രണ്ടാമത്തെ മരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വെളിപ്പാട് 20:14-15 വാക്യങ്ങൾ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. വെളിപ്പാട് 20:13-14 വാക്യങ്ങളിലെ പാതാളം എന്നതിനെ എബ്രായ ഭാഷയിൽ ഷെയോൾ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹാഡസ് എന്നും വിളിച്ചിരുന്നു. ഇത് നരകമല്ല. പഴയ വിശ്വാസികളുടെ വിശ്വാസപ്രകാരം പാതാളം മരിച്ചവരുടെ ആത്മാക്കളുടെ വിശ്രമ സ്ഥലമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് ശേഷം ഇവിടെ പഴയ വിശ്വാസികളുടെ ആത്മാക്കൾ വസിക്കുന്നില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെയും ആത്മാവ് പാതാളത്തിലേക്ക് പോകുന്നതുമില്ല. അതിനാൽ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുവാനായി മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിലെ മരിച്ചവരിൽ പഴയ വിശുദ്ധന്മാരോ പുതിയ വിശുദ്ധന്മാരോ ഇല്ല. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. പാതാളം മരിച്ചവരുടെ ആത്മാക്കൾ നിത്യമായി വസിക്കുന്ന ഇടമല്ല. അത് വെള്ളസിംഹാസനത്തിന് മുന്നിലെ ന്യായവിധി വരെ മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ താൽക്കാലികമായി വസിക്കുന്ന സ്ഥലം മാത്രമാണ്. മരണത്തെയും പാതാളത്തെയും അന്ത്യന്യായവിധിക്ക് ശേഷം തീപ്പൊയ്യിൽ തള്ളിയിടും. ഈ തീപ്പൊയ്യാണ് നരകം. ഈ തീപ്പൊയ്യാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെടാത്തവരുടെ നിത്യമായ വാസസ്ഥലം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യയിൽ തള്ളിയിടുന്നത് വരെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മരണമുണ്ട്. വെള്ളസിംഹാസനം ക്രമീകരിക്കപ്പെടുന്ന ദിവസത്തിൽ അതുവരെ മരിച്ച സകല ദുഷ്ടന്മാരുടെയും ആത്മാക്കളെ മരണവും പാതാളവും ന്യായവിധിക്കായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കും. അതിനുശേഷം മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. അത് രണ്ടാമത്തെ മരണമായിരിക്കും. അങ്ങനെ മരണത്തെയും പാതാളത്തെയും മരണത്തിലേക്ക് തള്ളിയിടുമ്പോൾ അവ രണ്ടും എന്നേക്കുമായി ഇല്ലാതെയാകും. അതിനുശേഷം ഒരു ജീവിയും പാതാളത്തിലേക്ക് പോകുകയോ മരിക്കുകയോ ഇല്ല. കാരണം പാതാളവും മരണവും എന്നേക്കുമായി ഇല്ലാതെയായി. ഈ ന്യായവിധിക്കും ശിക്ഷ നടപ്പിലാക്കിയതിനും ശേഷമാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും എന്ന് നമ്മൾ വായിക്കുന്നത്. അവിടെ തള്ളിയിടപ്പെടുന്ന ദുഷ്ടന്മാർക്ക് ഇനി മരണം ഉണ്ടാകുകയില്ല. ഞാൻ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും അന്ത്യകാലത്ത് ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇത് രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി നടക്കും. രക്ഷിക്കപ്പെട്ടവരുടെ പ്രവൃത്തികൾ ശോധന ചെയ്യപ്പെടുകയും അവർക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. രക്ഷിക്കപ്പെടാത്തവരുടെ പ്രവൃത്തികളും ശോധന ചെയ്യപ്പെടും. അതിനാൽ അവർ ഒരിക്കലും രക്ഷ കൈവശം ആക്കിയില്ല. എന്നാൽ അവരുടെ പ്രവൃത്തികളെ ശോധന ചെയ്ത് അവരെ നിത്യശിക്ഷയ്ക്കായി വിധിക്കും. നിത്യശിക്ഷ തീപ്പൊയ്യിൽ തള്ളിയിടുക എന്നതാണ്. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.